കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ 20ാമത്തെ ശ്ലോകം കഴിഞ്ഞ് നിർത്തി. അതിൽ എന്താണ് നമ്മൾ കണ്ടത് വെച്ചാൽ, മഹിഷാസുരൻ തൻ്റെ അനവധി വളരെ വീരപരാക്രമികളായിട്ടുള്ള സേനാ നായകന്മാരും അവരുടെ കൂടെ പോയ എല്ലാ സൈന്യത്തിലത്തെ എല്ലാവരും കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ മഹിഷാസുരൻ അവനവൻ്റെ സ്വതവേയുള്ള രൂപം, അസ്വസ്വരൂപമുണ്ടല്ലോ മഹിഷത്തിൻ്റെ രൂപമെടുത്ത് വന്ന് ഈ വലുതായിട്ട് വളരെ വലിയ പർവ്വതാകാരമായിട്ടുള്ള ഒരു പോത്ത് എന്ന് വെക്കണം, അത്ര വലിയൊരു മഹിഷായിട്ട് വന്നിട്ട് ഈ ദേവിയുടെ ഭൂതഗണങ്ങളെയൊക്കെ പേടിപ്പിച്ചു. അത്ര ഭയാനകമായിട്ടുള്ളൊരു മഹിഷായിട്ടാണ് വന്നത്. അപ്പോൾ അത് ഭൂതഗണങ്ങളൊക്കെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയത്. ഇനി 21ഉം 22ഉം ഒന്നിച്ച് ചെയ്യാണ് നല്ലത്. അപ്പോൾ അത് രണ്ടും വായിക്കാം. കാംശ്ചിത് തുണ്ടപ്രഹാരേണ കുരക്ഷേപൈസ്തഥാപരൻ ലാംഗൂലതാഡിതാംശ്ചാന്യൻ ശൃംഗാഭ്യാം ച വിദാരിതാൻ. 22 വേഗേന കാംശ്ചിദപരാൻ നാദേന ഭ്രമണേന ച നിശ്വാസപവനേനാന്യാൻ പാതയാമാസ ഭൂതലേ. ഭയങ്കര യുദ്ധമാണ് അപ്പോൾ ഇതിൽ പറയണത് കേട്ടോ. മഹിഷാസുരന് അത്ര ശക്തി, വളരെ വലിയൊരു ശക്തിമാനായിട്ടുള്ള വീരപരാക്രമിയായിട്ടുള്ള ഒരു അസുരനാണ്. അപ്പോൾ സഹ കാംശ്ചിത് തുണ്ടപ്രഹാരേണ, അതായത് ആ മഹിഷാസുരൻ ഈ ഭൂതഗണങ്ങളിൽ കുറച്ച് ആൾക്കാരെ തുണ്ടപ്രഹാരേണ വെച്ചാൽ എന്താ, തൻ്റെ മുഖം കൊണ്ട് കുത്തിയിട്ട്, കൊമ്പോണ്ടല്ല, മുഖം കൊണ്ട് അടിച്ചിട്ട്, അതായത് ഈ വലിയൊരു മഹിഷല്ലേ, അപ്പോൾ അതിൻ്റെ മുഖം കൊണ്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ എടുത്തിട്ട് ഇടിക്കുക. അതുകൊണ്ട് ഇടിച്ചിട്ട് അനവധി കുറേ ഭൂതഗണങ്ങളിൽ കുറേ ആൾക്കാരെ അങ്ങനെ മുഖം കൊണ്ട് അടിച്ചിട്ട് നിലത്ത് വീഴ്ത്തി. തുണ്ടപ്രഹാരേണ, തുണ്ടൻ വെച്ചാൽ ഈ മുഖം മുൻഭാഗം കൊണ്ട് അടിച്ചിട്ട് ഭൂതലേ പാതയാമാസ. കാംശ്ചിത് ചില ഭൂതഗണങ്ങളെ, കുറേ ഭൂതഗണങ്ങളെ അങ്ങനെ മൂക്കൊണ്ട് അടിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ മുഖം കൊണ്ട് അടിച്ചിട്ട്, കൊമ്പല്ല കേട്ടോ, മുഖം കൊണ്ട് അടിച്ച് നിലത്ത് ഭൂമിയിൽ വീഴ്ത്തി. പിന്നെയോ തഥാ അപരാൻ വേറെ ചില ഭൂതഗണങ്ങളെ ക്ഷുരക്ഷേപൈഹി, അതായത് കുളമ്പോണ്ട് ചവിട്ടിയിട്ട് വീഴ്ത്തി. പിന്നെ വേറെ ചിലരെ ഈ ഖുരംച, അതാണ് ഖുരക്ഷേപൈഹി, അത് ക്ഷുരംച, അതെ ഖുരം തന്നെ, ഖുരക്ഷേപൈഹി എന്താണ്, ഈ കുളമ്പ് കൊണ്ട്, ഭയങ്കര ശക്തിയല്ലേ കുളമ്പ് കൊണ്ടുള്ള അടിയൊക്കെ ചവിട്ടൊക്കെ ഭയങ്കര വേദനയാവും. അപ്പോൾ അതുകൊണ്ട് ചവിട്ടി വീഴ്ത്തി കുറേ ഭൂതഗണങ്ങളെ. അന്യാൻ വേറെ ചില ഭൂതഗണങ്ങളെ ലാംഗൂലതാഡിതാൻ ചലോ മറ്റ് ചില ഭൂതഗണങ്ങളെ ഭയങ്കര തടിച്ച് ശക്തിയുള്ള വാലാണേ, ആ വാലോണ്ട് അടിച്ച് മറിച്ചിട്ടു. സാധാരണ ശക്തിയല്ലല്ലോ, പിന്നെ വലിപ്പമുണ്ടേ. ശൃംഗാഭ്യാം വിദാരിതാൻ വേറെ ചിലരെ കൊമ്പോണ്ട് കുത്തി കീറി നിലത്ത് വീഴ്ത്തി. അതായത് എല്ലാ അവയവങ്ങളും ഉപയോഗിച്ചിട്ട് ഈ ഭൂതഗണങ്ങളെ വീഴ്ത്താണ്. കാംശ്ചിത് അപരാൻ വേഗേന, പിന്നെയോ നല്ല വട്ടത്തിൽ കറങ്ങിയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശരിക്കും നെട്ടോട്ടം ഓടിയിട്ട് അതിൽ ആ ഇമ്പാക്റ്റിൽ, ആ ഭയങ്കര സ്പീഡിലങ്ങനെ അഫട്ടയ്ക്കും പിട്ടയ്ക്കും ഇങ്ങോട്ട്
ഓടിയിട്ട് അതിലും ആരുടെ മേലൊക്കെ കൊണ്ടു. അവരൊക്കെ അങ്ങനെ വേഗേന എന്ന് പറയുന്നുണ്ട്. നോക്കൂ, അപരാൻ കാംശ്ചിത് അപരാൻ, വേറെ ചിലരെ വേഗേന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേഗതയുള്ള ഓട്ടം കൊണ്ട് അവരെ മുട്ടി അവർ കുറേ അങ്ങനെ വീണു. നാദേന ഭ്രമണേന ച, പിന്നെ ചില ഭൂതഗണങ്ങളെ എങ്ങനെയാണ് നിലത്ത് വീഴ്ത്തിയത്? ഉറക്ക ശബ്ദം ഉണ്ടാക്കി മുക്കറട എന്നൊക്കെ പറയുമല്ലോ, മുക്കറയിട്ടും കൊണ്ട് ചിലരെ വീഴ്ത്തി. വേറെ ചിലരെ ഭ്രമണേന, അതായത് വട്ടം തിരിയുക. അപ്പം അതിലും കുറേ ആൾക്കാരെ മേൽ തട്ടുമല്ലോ. അതാണ് നാദേന, നാദം വെച്ചാൽ അതാണ് ഉറക്ക ശബ്ദം ഉണ്ടാക്കുക. ഈ മഹിഷത്തിൻ്റെ ശബ്ദം ഇങ്ങനെ മുക്കറട എന്നൊക്കെ പറയാം നമ്മളെ എരുമയും പോത്തുമൊക്കെ. അപ്പം അങ്ങനെയുള്ള ഉറക്കെ, നമ്മളിപ്പോൾ സാധാരണ ഒരു ഇതിൻ്റെ നമുക്കറിയുള്ളൂ, അത് വളരെ ഭയങ്കര ശബ്ദമാകുമ്പോൾ ശബ്ദം കൊണ്ട് തന്നെ ആൾക്കാർ വീഴുമല്ലോ. അപ്പം നമ്മളിങ്ങനെയൊക്കെ കേൾക്കാമല്ലോ, ശബ്ദം കൊണ്ട് ഗ്ലാസ്സൊക്കെ മുറിക്കാം എന്നൊക്കെ കേൾക്കില്ലേ. അപ്പോൾ അതുപോലെ അത്ര വലിയ ശബ്ദം വെച്ചാൽ നമ്മൾ ചെവിയൊക്കെ പൊട്ടി വീഴുകയൊക്കെ ചെയ്യേ. അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ട് നമ്മൾ ബാലൻസൊക്കെ ഇല്ലാതായിട്ട് വീഴുകയെ. അപ്പം അങ്ങനെ മുക്ര ഇട്ടിട്ട് ചിലരെ വീഴ്ത്തി. പിന്നെ ചിലരെ സ്പീഡിൽ വട്ടത്തിൽ കറങ്ങി അവരുടെ മേലൊക്കെ തട്ടുമ്പോൾ അങ്ങനെ കുറേ ആൾ വീണു. പിന്നെയോ അന്യാൻ നിശ്വാസ പവനേന, അതായത് ശ്വാസവായു പുറത്തേക്ക് വിടണേൻ്റെ അത്ര ഒരു കൊടുങ്കാറ്റ് പോലുള്ള ശ്വാസവായുവാണ്. അത് കൊണ്ട് ചില അനവധി ഭൂതഗണങ്ങളെ മണ്ണിൽ വീണു. അതിൻ്റെ ശക്തിയുണ്ട്. അപ്പം എന്തൊക്കെ തരത്തിലാണ് ഭഗവതിയുടെ ഭൂതഗണങ്ങളെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞാൽ അത്ഭുതമാവും നമുക്ക്. ഒന്നാമത് മഹിഷൻ്റെ രൂപത്തിലാണ് വന്നത്, വലിയൊരു മഹിഷത്തിൻ്റെ രൂപത്തിൽ, ഒരു വലിയ മഹിഷത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഓരോ അവയവങ്ങളെ കൊണ്ടും എത്ര ഭൂതഗണങ്ങളെ കൊല്ലാൻ അടിച്ച് വീഴ്ത്താൻ പറ്റി, അത്രയും ഭൂതഗണങ്ങളെ അടിച്ച് വീഴ്ത്തി ഭൂമിയിൽ. അല്ലേ, നോക്കൂ, മുഖം കൊണ്ട്, പിന്നെയോ കുളമ്പോണ്ട് ചവിട്ടിയിട്ട്, വാലോണ്ടടിച്ചിട്ട്, കൊമ്പോണ്ട് കുത്തിയിട്ട്, പിന്നെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അവരുടെ മേലിൽ കൊണ്ടിട്ട് പാച്ചിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ പറയുക പായ പറയുമല്ലോ, അതായത് കണ്ണും മൂക്കും നോക്കാണ്ട് അങ്ങോട്ട് ഓടിയിട്ടേ അങ്ങനെ കുറേ ആളെ വീഴ്ത്തി. പിന്നെ മുക്കറായിട്ടിട്ട് അതിൻ്റെ ശബ്ദം കൊണ്ട്, പിന്നെ വട്ടത്തിൽ കറങ്ങിയിട്ട് കുറേ ഭൂതഗണങ്ങളുടെ മേലൊക്കെ ആയിട്ട് വീണു. പിന്നെയോ വെറുതെ ശ്വാസം, ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള ശ്വാസമാണ്. അങ്ങനത്തെ ശ്വാസത്തിൽ അനവധി ഭൂതഗണങ്ങളെങ്ങനെ നിലത്ത് വീഴ്ത്തിയിട്ടു, മരിക്കുകയോ അല്ലെങ്കിൽ മരിക്കാറാവുകയോ ഒക്കെ ചെയ്തു അവർ. അപ്പോൾ 21ഉം 22ഉം വായിച്ചിട്ട് 23ലേക്ക് പോവാം കേട്ടോ. കാംശ്ചിത് തുണ്ടച്ച മുഖാണ് പ്രഹാരേണ ഖുരക്ഷേപൈസ്തഥാ പരാൻ, ഖുരം ച കുളമ്പ് കേട്ടോ, ലാംഗൂലം ച വാല, ലാംഗൂല താടിതാംശ്ചന്യൻ ശൃംഗാഭ്യം ച വിദാരിതാൻ, ശൃംഗം കൊമ്പ്, വേഗേന കാംശ്ചിതപരാൻ നാദേന ഭ്രമണേന ച, നാദം ഈ മുക്രറല്ല, ഭ്രമണം ച വട്ടം തിരിയല്ലേ, നിശ്വാസ പവനേന ഹന്യൻ, ശ്വാസം വിട്ടുന്ന കാറ്റുണ്ട് കുറേ ആൾക്കാരെ, പാതയാമാസ ഭൂതലേ. 23 നിപാത്യ പ്രമഥാനീകം സോഭ്യധാവൻ മഹാസുര സിംഹം ഹന്തും മഹാദേവ്യാ കോപം ചക്രേ തതോംബിക. സഹ മഹാസുര, ആ മഹിഷാസുരൻ പ്രമഥാനീകം, അതായത് ഭൂതഗണങ്ങളെ നിപാത്യ വീഴ്ത്തിയിട്ട്, മഹാദേവ്യാഹ സിംഹം ഹന്തും അഭ്യധാവത്, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ കൊല്ലാനായിട്ടങ്ങിട്ട് ദേവിയുടെ നേരെ വന്നു. അതായത് ഇപ്രകാരം ഭൂതഗണങ്ങളെ കുറേ ആൾക്കാരെ പലതരത്തിൽ വീഴ്ത്തിയിട്ടു എന്ന് പറഞ്ഞുവല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ സിംഹം, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് ആഞ്ഞടുത്തു. തതഹ അംബിക കോപം ചക്രേ, അപ്പം ദേവിക്ക് വളരെയധികം കോപം വന്നു.
ഒന്നാമത് ഭൂതഗണങ്ങളെ ഒക്കെ വീഴ്ത്തിയിട്ടു എന്നുള്ളത്. അതിന് പുറമെ സിംഹത്തിനെ കൊല്ലാനായിട്ട് മുമ്പിലേക്ക് ഓടിയെത്തണമുണ്ടേ. അപ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കോപം ചക്രേ തതോംബിക നിപാത്യ പ്രമഥാനീകം സോഭ്യതാവൻ മഹാസുര സിംഹം ഹന്തും മഹാദേവ്യാ കോപം ചക്രേ തതോംബിക. എത്ര വലിയ അസുരനല്ലേ! അതായത് അത്ര വലിയ നമുക്ക് നമ്മളെ അത്ര ബുദ്ധിമുട്ടുണ്ട് കളയാൻ അങ്ങനത്തെ വാസനകൾ. സോപി കോപാൻ മഹാവീര്യ ഖുരക്ഷുണ്ണമഹീതല ശൃംഗാഭ്യാം പർവതാൻ ഉച്ചാം ചിക്ഷേപച നനാദച. മഹാവീര്യ സഹ അപി. ആ വീരശൂര പരാക്രമിയായിട്ടുള്ള മഹിഷാസുരനും മഹിഷാസുരനും കോപാത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു മഹിഷാസുരനും. എന്നിട്ടോ എന്താ ചെയ്യുക, തൻ്റെ സൈന്യനായകന്മാരെയും സൈന്യം മുഴുവൻ കൊന്നൂലോ ദേവി. അപ്പം അത്ര ദേഷ്യത്തോടു കൂടിയാണ് വരണത് തന്നെ. എന്നിട്ടോ മഹിഷാസുരന് ദേഷ്യം വന്നിട്ട് ഖുരക്ഷുണ്ണ മഹീതലഹ, ഈ കുളമ്പോണ്ട് ഭൂമി ചവിട്ടിപ്പൊടി പടലായി അവിടെ. സാധാരണ ഈ കുളമ്പോണ്ട് മണ്ണിലൊക്കെ ചവിട്ടിയാൽ പൊടി പാറുമല്ലോ. സാധാരണ മണ്ണ് പ്രത്യേകിച്ച് നനഞ്ഞിരിക്കുന്ന സമയമൊന്നുമല്ല, ഒക്കെ ഉണങ്ങിയ സമയമൊക്കെ ആണെന്ന് സാധാരണ മിറ്റത്തൊക്കെ ഈ കുളമ്പ് വല്ലാതെ ഉറക്ക ചവിട്ടിയാൽ നിറച്ച് പൊടി പടലാവുമല്ലോ. അതാണ് അല്ലേ? അതെ, ഖുരക്ഷുണ്ണ മഹീതലഹ എന്ന് പറഞ്ഞത്. ദേഷ്യം വന്നിട്ടേ ആ കുളമ്പോണ്ട് ഭൂമിയും കിട്ടി ചവിട്ടിയിട്ട് അവിടെ പൊടി പടലം ഉയർന്നു. ശൃംഗാഭ്യാം, എന്നിട്ടോ കൊമ്പൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അത്ര വലുതാണ് അത്, മേഘത്തിന് മുട്ടും കൊമ്പ്. ശൃംഗാഭ്യാം ഉച്ചാൻ പർവ്വതാൻ ചിക്ഷേപ ച നനാദ ച. കൊമ്പുകൊണ്ടേ ഭയങ്കര ഉയരമുള്ള പർവ്വതങ്ങളെയൊക്കെ കുത്തി മറച്ച് ദേവിയുടെ നേർക്ക് എറിഞ്ഞൂന്ന്. ചിക്ഷേപ, എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള മുക്ര ഇട്ടു. ദേഷ്യം വന്നിട്ടേ എന്താണ് ദേവിക്ക് ദേഷ്യം വന്നു, മഹിഷാസുരന് ദേഷ്യം വന്നിട്ട് മേഘത്തോളം, ദേവി തന്നെ മേഘത്തിൻ്റെ അത്ര ഉയരമുണ്ട്. ആ ദേവിയുടെ കിരീടം ശരിക്കും മേഘം തൊടുന്നൊക്കെ പറയാം. അപ്പം അത്ര ഉയരമുള്ള പർവ്വതങ്ങളെ, ദേവിയുടെ ഉയരത്തിനോളം ഉയരമുള്ള പർവ്വതങ്ങളെയൊക്കെ ഈ കൊമ്പോണ്ട് അതുവരെ എത്തും, ഇതിനും അത്ര വലുതാണേ, കുത്തിയിട്ട് ദേവിയുടെ ശിരസിലേക്കൊക്കെ ആക്കാൻ നോക്കുകയാണേ. അപ്പം അതായത് ഉയരമുള്ള പർവ്വതങ്ങളെയൊക്കെയാണ് കുത്തി മറിച്ച ദേവിയുടെ നേർക്ക് എറിയണു. അത്ര ഭയങ്കര ശക്തിയാണല്ലോ കേട്ടോ. സോപികോപാൻ മഹാവീര്യ ഖുരക്ഷുണ്ണമഹീതല ശൃംഗാഭ്യാം, കൊമ്പോണ്ടേ പർവ്വതാൻ ഉച്ചാൻ, അതായത് ഉയരമുള്ള പർവ്വതങ്ങളെ പുഴക്കിയിട്ട് ചിക്ഷേപ ദേവിയുടെ നേർക്ക് എറിഞ്ഞു. മാത്രമല്ല നനാദജ, എന്നിട്ട് ഗർജിച്ചു, എന്നിട്ട് അലറി, ഭയങ്കര അലർച്ച. എത്ര ഭയാനകമാണല്ലേ. ഇനി 25 26 ഒന്നിച്ചാണ് കേട്ടോ. വേഗഭ്രമണ വിക്ഷുണ്ണ മഹീതസ്യ വ്യശീര്യത ലാംഗൂലേനാഹതശ്ചാബ്ധി പ്ലാവയാമാസ പർവ്വതാൻ ധുത ശൃംഗവിഭിന്നാശ്ച ഖണ്ഡം ഖണ്ഡം യയുർഘനാ ശ്വാസാനിലാസ്താ ശതശോ നിപേതുർനഭസോ ചലാഹ തസ്യ വേഗഭ്രമണ നിക്ഷുണ്ണ. ആ മഹിഷാസുരൻ്റെ ഭയങ്കര സ്പീഡിലുള്ള ആ ഭ്രമണം, അതായത് വട്ടം ചുറ്റുക, ആ വട്ടം ചുറ്റലിൻ്റെ
കുത്ത് ഏറ്റിട്ട്, അതായത് കാലിങ്ങനെ വട്ടത്തിൽ തിരിയണേ, ആ ചവിട്ട് ഏറ്റിട്ട് മഹി വശീര്യത, ഭൂമി പൊട്ടിപ്പൊടിയ അത്ര ശക്തിയുണ്ട്. അപ്പോൾ വട്ടം ചുറ്റിങ്ങനെ കറങ്ങുകയാണ് മഹിഷാസുരനെ. അപ്പോൾ ഈ കുളമ്പൊക്കെ അങ്ങനെ കിട്ടക്കിട്ടക്കുന്ന അടിക്കുമല്ലോ, അപ്പോൾ ആ ഭാഗമൊക്കെ പൊട്ടിപ്പൊടിയണു. ഈ ഇതൊക്കെ വരണ പോലെ, എന്താ പറയുക, ഭൂമി കുലുക്കൊക്കെ ഉണ്ടായ പോലെ പൊടിഞ്ഞു. ലാങ്കുലേന ആഹത അബ്ധിഹി. മാത്രമല്ല എന്താ അറിയോ, ആ മഹിഷാസുരൻ്റെ വാലോണ്ടുള്ള അടി ഏറ്റിട്ടേ അബ്ധി എന്താ വെച്ചാൽ കടൽ, പർവ്വതാൻ പ്ലാവയാമാസാച്ച, പർവ്വതങ്ങളെ മുക്കി പറഞ്ഞ എന്താ വെച്ചാൽ ആ വാലിട്ട് അടിക്കുകയാണ് വെള്ളത്തിലേ. അപ്പോൾ സമുദ്രത്തിൽ അപ്പം ആ ശക്തി കൊണ്ട്, അടിക്കണ ശക്തി കൊണ്ട് ഈ സുനാമിയൊക്കെ പോലെ വെള്ളം അങ്ങോട്ട് കയറിയിട്ട് പർവ്വതങ്ങളൊക്കെ അങ്ങോട്ട് മുങ്ങിപ്പോയി. അത്ര ശക്തിയുള്ള ആളാണ്. അല്ലെങ്കിൽ എന്താ ആലോചിച്ച് നോക്കൂ, ഭൂമി പൊടിഞ്ഞു പോണു, ഭൂമി കുലുക്കം പോലെ ഇങ്ങനെ വട്ടം തിരിഞ്ഞിട്ട്. പിന്നെയോ വാല കൊണ്ട് വെള്ളത്തിൽ അടിച്ചിട്ട്, അപ്പോൾ ആ വാലിൻ്റെ ശക്തി ആലോചിച്ച് നോക്കൂ, വാല കൊണ്ട് വെള്ളത്തിൽ അടിച്ചിട്ട് ഈ സുനാമി വരണ പോലെ വെള്ളം കയറിയിട്ട് പർവ്വതങ്ങളൊക്കെ മുങ്ങി. പിന്നെയോ ഘനാഹ ധുതശൃംഗ വിഭിന്നാഹ ഖണ്ഡം ഖണ്ഡം യയു ച. പിന്നെ കൊമ്പിൻ്റെ അറ്റൊക്കെ കൊണ്ടിട്ടേ, കൊമ്പുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്തായി, ഈ മേഘങ്ങളൊക്കെ ചിന്നിച്ചെതറിയുന്നത്. അതായത് അത്ര ഉയരത്തിലേക്കാണ് കൊമ്പേ, അത്ര ഹ്യൂജല്ലേ, അത്ര വലുതല്ലേ. അപ്പോൾ കൊമ്പ് ഇങ്ങനെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് ആ മേഘം ഒക്കെ കാറ്റ് വന്നാലൊക്കെ ചിന്നിച്ചെതറി പോവുമല്ലോ, നല്ല കാറ്റ് വന്നാൽ ഒന്നിച്ച് നിൽക്കുന്ന മേഘമൊക്കെ. അതുപോലെ ഈ ഇത് തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കണതിൻ്റെ ആ കാറ്റുണ്ടാവും, അതിൻ്റെ കൂടെ അതിലുണ്ടാവുമല്ലോ ആ ഫോഴ്സിൽ. അത്ര വലുതാണെന്ന് നമ്മൾക്ക് പിന്നെ ഇമാജിൻ ചെയ്യണം. ആ കൊമ്പ് അത്ര ഉയരത്തേക്ക്, മേഘം തൊടാൻ തൊക്കോണം ഉയരത്തേക്ക് ആ കൊമ്പ് നിൽക്കണേ. അപ്പോൾ ഈ എന്താണ്, കൊമ്പോണ്ടുള്ള കുത്ത് ഏറ്റിട്ട് മേഘങ്ങളൊക്കെ ചിന്നിച്ചിതറിപ്പോയി. തസ്യ ശ്വാസാനിലാസ്താഹ. ഈ ശ്വാസം വലിക്കണ്ടല്ലോ, പുറത്തേക്ക് വരുന്ന ആ ശ്വാസത്തിൻ്റെ കൊടുങ്കാറ്റ് പോലുള്ള ശ്വാസമാണ് പുറത്തേക്ക് വിടുന്നത്. അത് ഏറ്റിട്ട് അചലാഹ നഭസഹ ശതശഹ നിപേതു. അവൻ്റെ നിശ്വാസം കൊണ്ടെന്നർത്ഥം. മഹിഷാസുരൻ്റെ നിശ്വാസം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു കൊടുങ്കാറ്റ് പോലുള്ള കാറ്റ് വന്ന് പതിച്ചിട്ട് അത് ഏറ്റിട്ട് പർവ്വതങ്ങളൊക്കെ തെറിച്ച് മുകളിലേക്ക് പോയിട്ട് പിന്നെയും താഴത്തേക്ക് വന്നു. ഇപ്പം ഈ വലിയ ഹറിക്കെയിനും ഒക്കെ ഉണ്ടാകുമ്പോൾ കാറ്റിൻ്റെ ശക്തി കൊണ്ടേ ഈ ഇവിടെ എപ്പോഴും അങ്ങനെ ധാരാളം അമേരിക്കയിൽ ഫ്ലോറിഡയിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഹറിക്കെയിൻ വല്ലാത്ത എന്താണ് കാറ്റഗറി 4 ആണെങ്കിൽ എന്താ വെച്ചാൽ അതങ്ങോട്ട് എന്താണ് കരയിൽ വന്ന് അടിക്കുമ്പോൾ ബിൽഡിങ്സൊക്കെ ഹോൾ ബിൽഡിങ് അങ്ങനെ എടുത്ത് വേറെ ദിക്കിലേക്ക് വയ്ക്കുക. അനവധി വലിയ വലിയ ഈ 18 വീലുള്ള വലിയ ട്രക്സൊക്കെ കുറേ അകലേക്ക് പോയി വീഴുക കാറ്റിൻ്റെ ശക്തി കൊണ്ടേ. അതേപോലെയാണ് ഇള് ശ്വാസം വലിക്കുമ്പോൾ, മഹിഷാസുരൻ ശ്വാസം വലിക്കുമ്പോൾ പർവ്വതങ്ങളും കൂടി മേലിക്കങ്ങോട്ട് തെറിക്കും ആ ശക്തി കൊണ്ട്, എന്നിട്ട് താഴത്തേക്ക് വീഴുക. അത്ര ശക്തിയാണ് അപ്പോൾ ഇതിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മുടെ വാസനയായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കൂ. ചെന്ന് എല്ലാവർക്കും ഇത്ര ശക്തിയുള്ള വാസന ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ പൂർവ്വ ജന്മജന്മാന്തരങ്ങളിൽ ചീത്ത വാസനകളായിട്ട് അങ്ങനെ ജനിച്ച് വന്നവർക്ക് അത് അത്ര വേഗം പോവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വാസനകളുള്ളവരുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഭഗവാനെയോ ദേവിയോ ഒന്നും ആശ്രയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെയും ഈ വാസനകളുകൊണ്ട് ഓരോന്ന് ചെയ്ത് പിന്നെ അതിൻ്റെ കർമ്മബന്ധനം, ആദ്യം ജനിക്കുക ആദ്യം മരിക്കുക വേണ്ടിയിരുമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് അതിശക്തമായിട്ടുള്ള വാസന എന്ന് പറയാം. എന്താ ഒരു ശക്തിയല്ലേ. ഇനി നമുക്ക് 25ഉം 26ഉം വായിച്ച് നമുക്ക് 27ലേക്ക് പോവാം. വേഗഭ്രമണ വിക്ഷുണ്ണ
മഹീതസ്യ വ്യശീര്യത ലാംഗൂലേനാഹതശ്ചാബ്ധിഃ പ്ലാവയാമാസ പർവ്വതാൻ ധുതശൃംഗവിഭിന്നാശ്ച ഖണ്ഡം ഖണ്ഡം യയുർഘനാഃ. ഖനം ച മേഘാണ് അവിടെ. മേഘത്തിനൊക്കെ ചിന്നിത്തെറിച്ചു ആ കൊമ്പോണ്ടേ. ശ്വാസാനിലാസ്താഃ ശതശോ നിപേതുർനഭസോ ചലാഃ. നിശ്വാസം കൊണ്ടുണ്ടായിട്ടുള്ള ആ കൊടുങ്കാറ്റ് പോലെയുള്ള നിശ്വാസം കൊണ്ട് പർവ്വതങ്ങളൊക്കെ തെറിച്ച് ആദ്യം ഒന്ന് മേലേക്ക് പോയിട്ട് പിന്നെ ആദ്യം ഈ ആകർഷണ ശക്തി ഉണ്ടല്ലോ താഴത്തേക്ക് തന്നെ വരിക. ഇനി 27. ഇതി ക്രോധസമാത്മാത ആപതന്തം മഹാസുരം ദൃഷ്ട്വാ സാ ചണ്ഡികാ കോപം തദ്വഥായ തദാ കരോത്. ഇതി ക്രോധസമാത്മാതം ആപതന്തം മഹാസുരം ദൃഷ്ട്വാ. അതായത് ഇങ്ങനെ കോപം കൊണ്ട് വിറയ്ക്കുന്ന അല്ലെങ്കിൽ ക്രോധം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണ ആ ജ്വലിച്ച് തൻ്റെ നേർക്ക് ചാടി വരുന്ന അസുരനെ കണ്ടിട്ട്, ആപതന്തം മഹാസുരം, അതായത് തൻ്റെ നേരിട്ട് വരുന്ന കോപം കൊണ്ട് ജ്വലിക്കുന്ന തൻ്റെ നേരിട്ട് വരുന്ന ആ അസുരനെ കണ്ടിട്ട് ദൃഷ്ട്വാ സാ ചണ്ഡിക, ആ ദേവി കോപം തദ്വഥായ തഥാകരോത്, അവനെ തദ്വധായ, അവൻ്റെ വധത്തിനായിക്കൊണ്ട് ദേവി കോപം പൂണ്ടു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്തുല്ലോ ഇയാളെ. അപ്പോൾ ദേവിക്ക് ഇനി കൊല്ലാൻ റെഡിയായി. അപ്പം അത് ഇനി ഇയാളെ കൊല്ലണം എന്ന് തീർച്ചയാക്കിയപ്പം അങ്ങോട്ട് കോപം വന്നു. അതാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്ര ദേവി കോപിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ ഇയാൾ അതേറെ കോപിച്ചിരിക്കണേ. കാരണം അയാളുടെ സൈന്യമൊക്കെ നഷ്ടപ്പെട്ടുമല്ലോ. അങ്ങനെ ക്രോധാകുലനായിട്ട് ജ്വലിച്ചിട്ട് തൻ്റെ നേർക്ക് തന്നെ ആക്രമിക്കാനായിട്ട് നേരെ പാഞ്ഞു വരുന്ന അസുരനെ കണ്ടിട്ട് ദേവി ഓക്കെ ഇനി ഇവനെ കൊന്നെ നിർത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെയധികം കോപിഷ്ഠയായി. ഇവിടെ ചണ്ഡിക എന്ന് പറഞ്ഞല്ലോ. ചണ്ഡിക എന്ന് പറഞ്ഞാൽ എന്താ അത്ര അറിയോ? അധർമ്മികളോട് കോപം, ധർമ്മിഷ്ഠന്മാരോട് കോപമില്ല. അപ്പം ഈ അധർമ്മികളോട് മാത്രം കോപം കാണിക്കുന്നതാണ് ചണ്ഡികാദേവി. ഇപ്പോൾ ഇവിടെ അധർമ്മിയാണല്ലോ മഹിഷാസുരൻ, അതാണ് കോപം കാണിക്കണത്. ഇനി 28. സാക്ഷിപ്ത്വാ തസ്യ വൈപാശം ബബന്ധ ച മഹാസുരം തത്യാജമാഹിഷം രൂപം സോബിബദ്ധോ മഹാമൃതേ. ഇനി ഭയങ്കര മായാവിയാണ്. ഈ അസുരന്മാരൊക്കെ മഹാമായാവികളാണ്. പറഞ്ഞില്ലേ, എന്ത് വേഷം വേണമെങ്കിൽ അവർക്ക് മാറാനും എടുക്കാനൊക്കെ പറ്റും. ഇനി ഈ മഹിഷാസുരൻ്റെ മായാവൈഭവമാണ് ഇനി കാണിക്കണം. മഹിഷാസുരൻ്റെ എന്തെല്ലാം സൂത്രങ്ങളാണ്. പല പല വേഷത്തിൽ വരും ദേവിയുടെ അടുത്തേക്ക്. മഹിഷത്തിൻ്റെ രൂപം മാറി വേറൊരു രൂപം എടുക്കും. അങ്ങനെ വരണതൊക്കെയാണ് ഇനി പറയാൻ പോണത്. സാ വൈ തസ്യ പാശം ക്ഷിപ്ത്വ മഹാസുരം ബബന്ധാച്ച. അപ്പോൾ ദേവിക്ക് ഭയങ്കര ദേഷ്യം വന്നു പറഞ്ഞുവല്ലോ. അപ്പോൾ ദേവിക്ക് വരുണപാശം ഉണ്ടല്ലോ, വരുണപാശം അവൻ്റെ നേർക്ക് എറിഞ്ഞിട്ട് മഹിഷാസുരനെ പിടിച്ച് കെട്ടി. അതായത് വരുണപാശം കൊണ്ട് ബന്ധനസ്ഥനാക്കി. മൃഥം പറഞ്ഞ യുദ്ധം. അപ്പം മഹായുദ്ധത്തിൽ ബദ്ധ സ അഭി മാഹിഷൻ രൂപം തെറ്റ്യാജ. അങ്ങനെ ഈ മഹായുദ്ധത്തിൽ ബദ്ധനായി, മീൻസ് പിടിച്ച് കെട്ടപ്പെട്ടവനായി അല്ലേ, ബന്ധനസ്ഥനായപ്പോൾ എന്ത് ചെയ്തു? മാഹിഷം രൂപം തത്യാജ, തൻ്റെ ആ സ്വരൂപമായിട്ടുള്ള ആ മാഹിഷ രൂപത്തെ അല്ലെങ്കിൽ മഹിഷത്തിൻ്റെ ആ രൂപത്തിനെ ത്യജിച്ചു, വേറെ രൂപം എടുക്കുകയാണേ. അപ്പം
ഇത് വരുണപാശം കൊണ്ടങ്ങോട്ട് കെട്ടി ബന്ധനസ്ഥനാക്കിയില്ലേ, ആ മഹിഷത്തിൻ്റെ രൂപം അങ്ങോട്ട് പിന്നെ ഗിവപ്പ് ചെയ്തു. അങ്ങനെ അതല്ലാണ്ടേ അതങ്ങോട്ട് ത്യജിച്ചു. എന്നിട്ടോ അടുത്തതിലും കൂടി വായിച്ചാലേ അത് മുഴുവനേ ഉള്ളൂ. സാക്ഷിപ്വാ തസ്യ വൈപാശം ബബന്ധ ച മഹാസുരം. ഈ അസുരനെ ബന്ധിച്ചു. എന്തുകൊണ്ട്? വരുണപാശം കൊണ്ട് കേട്ടോ. ദേവി. അപ്പോൾ തത്തത്യാജ ത്യജിച്ചു. എന്താ ത്യജിച്ചത്? മാഹിഷം രൂപം, തൻ്റെ മഹിഷരൂപം. സോബിബദ്ധോ മഹാമൃതേ, യുദ്ധത്തിൽ ബന്ധനസ്ഥനാക്കപ്പെട്ടപ്പോൾ തൻ്റെ മഹിഷരൂപം ത്യജിച്ചു. എന്നിട്ടോ തഥ സിംഹോ ഭവത് സദ്യോ യാവത് തസ്യാംബികാശിര ഛിനത്തി താവത് പുരുഷ ഖൽഗപാണിരദൃശ്യത. എന്നിട്ട് എന്താണ് ആയത്? ആ മഹിഷത്തിൻ്റെ രൂപം ത്യജിച്ചിട്ട് നോക്കൂ. തതഃ സഹ സദ്യ സിംഹ അഭവത്. അപ്പം തന്നെ പെട്ടെന്നൊരു സിംഹത്തിൻ്റെ രൂപം എടുത്തു. ആര്? മായാവിയായിട്ടുള്ള മഹിഷാസുരൻ മഹിഷരൂപം ത്യജിച്ച് അവനവൻ ഒരു സിംഹമായിട്ട് മാറി, സിംഹരൂപമെടുത്തു. അംബിക യാവത് തസ്യ ശിരഹ ഛിനത്തി. അപ്പോൾ ദേവി ആ സിംഹത്തിൻ്റെ ശിരഹ, തല, ഛിനത്തി, അറത്തു അല്ലെങ്കിൽ വെട്ടി. അപ്പോഴോ താവത് ഖൽഗപാണിഹി പുരുഷ അദൃശ്യത. പെട്ടെന്ന് സിംഹത്തിൻ്റെ രൂപം കളഞ്ഞിട്ട് ത്യജിച്ചിട്ട് എന്തെടുത്തു? ഖൽഗപാണി, വാളും പരിചയം ധരിച്ച ഒരു പുരുഷനായിട്ട് മാറി. ആദ്യം മഹിഷാർന്നൂലോ. ആദ്യം അങ്ങനെ അല്ലാണ്ട് അസുരനായിട്ട് വന്നു, പിന്നെയാണല്ലോ മഹിഷരൂപം കൈക്കൊണ്ടു എന്ന് പറഞ്ഞു നമ്മളെ. പിന്നെ കുറേ അങ്ങനെ യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞ് മഹിഷരൂപത്തിനെ ബന്ധിച്ചപ്പോൾ, വരുണപാശം കൊണ്ട് ബന്ധിച്ചപ്പോൾ ഉടനെ സിംഹമായി. സിംഹത്തിൻ്റെ തല വെട്ടിയപ്പോൾ ഉടനെ വാളും പരിചയം ധരിച്ച ഒരു പുരുഷനായി. ഖൽഗപാണിയും പുരുഷ അദൃശ്യത. അങ്ങനെയായിട്ട് മാറി. അതൊക്കെ മായാവിയാണ്. എന്ത് വേഷമാണെങ്കിൽ അവർക്ക് എടുക്കുകയും ത്യജിക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ മായാവിയായിട്ടുള്ള ഈ മഹിഷാസുരൻ വേഷം മാറി മാറി ഭഗവതിയെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിൽ അതും കൂടി പറഞ്ഞ് നിർത്താം. സിംഹമായി മാറി സിംഹത്തിൻ്റെ തല വെട്ടിയപ്പോൾ ഖൽഗപാണി പുരുഷനായി, മീൻസ് അപ്പം വാളും പരിചയം ധരിച്ച ഒരു പുരുഷനായിട്ട് ദേവിയുടെ മുമ്പിൽ നിന്നു. അതായത് വേഷം മാറി മാറി വരികയാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താം. നമുക്ക് 29 വായിച്ചിട്ട്. തഥ സിംഹോ ഭവത് സദ്യോ. ഇതൊക്കെ മായാസിംഹമാണ് അർത്ഥം, മായാവിയാണല്ലോ. തഥ സിംഹോ ഭവത് സദ്യോ യാവത് തസ്യാംബിക ശിരഃ ഛിനത്തി താവത് പുരുഷ ഖൽഗപാണിരദൃശ്യത. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.